ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പരിപാടി അങ്ങനെ അടുത്ത ദിവസം നടക്കുന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. യെസ്, ഇന്നലെ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അല്ലേടാ ദീപിൻ? അല്ലേ, ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞതാണ്. യെസ് ഗൈസ് നോക്കൂ, അപ്രകാരം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയിൽ ഫോം ഒട്ടീര്, അതുപോലെ തന്നെ പുട്ടി വർക്ക്, പിന്നെ കൊമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് അത് അങ്ങനെ ഫൈബർ ചെയ്ത് പുട്ടി അടിക്കാൻ വേണ്ടി അത് കൊടുത്തു. ഇന്ന് മെയിനായിട്ട് ഉള്ളിലെ വയറിങ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ഫോം ഒട്ടിക്കില്ല. അതായത് നിങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ഫോം ഒട്ടിക്കാതെ ACP ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ചൂട് അല്ലേ, തണുപ്പാണ് ഭയങ്കര തണുപ്പ്, ചൂടാണ് ഭയങ്കര ചൂടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഫോം ഒട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഫോം ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പരിപാടി തകൃതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, നമ്മൾ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ ഞങ്ങളുണ്ടല്ലടാ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 4-5 ദിവസം കൊണ്ട് വണ്ടി ഇറങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലേ? ഞങ്ങളുടെ ഫോമും കൂടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചിട്ടുണ്ട് നാളെ ACP കയറ്റും. ACP കയറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഉള്ളിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗൈസ് നോക്കൂ, ഇത്ര നേരം വരെ മഴയില്ലായിരുന്നു, ഇപ്പം ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. കുറുക്കൻ്റെ കല്യാണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് തീർത്ത് കറക്റ്റ് കാൽക്കുലേഷനിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. കറക്റ്റ് 2 മാസം നമുക്ക് ബസ് കൊണ്ട് യാത്രയുള്ള സമയമുള്ളൂ. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനും പദ്ധതിയും മൊത്തം പാളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ജൂണാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ ഈ യാത്ര നിർത്തണം. ആഗസ്റ്റ് നിർത്തി കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, തെറ്റിപ്പോയല്ലോ, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നമുക്ക് യൂറോപ്യൻ യാത്ര അവിടെ നിർത്തണം. അതായത് 3 മാസം അവിടെ പോയിട്ട് അവിടെ യാത്ര നിർത്തിയാൽ മാത്രമേ നമുക്ക്, ഒന്നാമത്തെ കാര്യം, നമ്മൾ കയറുന്ന വിസയിൽ 3 മാസം നമുക്ക് യൂറോപ്പിൽ നിൽക്കാനുള്ള ഇതുള്ളൂ. അല്ലേ നമ്മൾ ഇറങ്ങിയിട്ട് കയറണം. 6 മാസം നമ്മുടെ വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൽബേനിയയിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി എക്സിറ്റ് അടിച്ചിട്ട് വേണം തിരിച്ച് യൂറോപ്പിൽ കയറ്റാൻ വേണ്ടി. യൂറോപ്പിൽ നിന്ന് ഇറക്കിയിട്ട് വേണം വീണ്ടും തിരിച്ച് കയറ്റാൻ വേണ്ടി. അന്നേരം 6 മാസം വരെ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. അതിന് ശേഷം വേണം നമുക്ക് ആ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം പോയിട്ട് 3 മാസം കൊണ്ട് തീർത്ത് UK, അയർലൻഡ് ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെയെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് നടക്കുള്ളൂ. ഇത് ഏതോ 3-4 രാജ്യത്ത് അതിശൈത്യമായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ പോയി തീർക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് ഇപ്പുറത്തെ വശം ഫ്രാൻസിൻ്റെ കുറച്ച് ദിവസം വീഴുന്നുണ്ട്. പിന്നെ അതേപോലെ ജർമ്മനി പോർച്ചുഗൽ, പിന്നെ അതേപോലെ ഗ്രീസ്, ആ ഭാഗങ്ങൾ അങ്ങനെ വീഴില്ല എന്നുള്ളതാണ്. സൗത്ത് യൂറോപ്പിൽ അങ്ങനെ വീഴില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പം അതിനനുസരിച്ച് വേണം യാത്ര പ്ലാൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ യാത്ര കുളമായിപ്പോവും. പിന്നെ അതുമാത്രമല്ല, മഞ്ഞത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ റഷ്യയിൽ പെട്ടപോലെ നമ്മൾ പെടും. പിന്നെ അത് മാത്രമല്ല, യൂറോപ്പിലൊക്കെ മഞ്ഞുകാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ സഹായം കിട്ടാൻ ഭയങ്കര പാടാണ്. അതായത് മഞ്ഞത്ത് നമ്മൾ കുറേ റൂള് നോക്കാറുണ്ട്. ഇപ്പം നമ്മൾ റഷ്യയിലോ കസാക്കിലോ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ല യൂറോപ്പിൽ. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനായിരിക്കും. വേറെ ഒരു കാര്യമുണ്ട് ഇവരെ, നമുക്ക് റഷ്യ പോലെ രാജ്യങ്ങളിൽ നമുക്ക് എവിടെയാണ് പമ്പിലാണ് ഇട്ട് കിടന്നാലും ആരും ചോദിക്കുന്നില്ല. പക്ഷേ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പാർക്കിങ്ങിൽ തന്നെ കൊണ്ട് വണ്ടി ഇടണം. കാരവാൻ പാർക്കിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം വണ്ടിയുടെ പരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. ഗൈസ്, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ 2 കൊമ്പ്. ഇതിന് നമ്മൾ കണ്ണാടി വെച്ചു. ഇതിന് നമുക്ക് ഫ്രണ്ടിലേക്ക് കയറ്റുന്നുണ്ട്. ഇതിനിപ്പം ചെറിയ രീതിയിലുള്ള ഫൈബർ വർക്കും അതുപോലെ തന്നെ പുട്ടി വർക്കും ഉണ്ട്. ഇത് സാധാരണ നമ്മുടെ വണ്ടിയിലിരുന്ന കൊമ്പിലും നീളം കൂടിയ കൊമ്പാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട്. അതേപോലെ തന്നെ വേറെ കാര്യമുണ്ട്, ലെവലുണ്ട് ഈ കൊമ്പിന്. നമ്മുടെ മറ്റേത് വളഞ്ഞായിരുന്നു. നമ്മുടെ മറ്റേത് സെഡോണിൻ്റെയോ ആസ്ട്രയുടെയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പ്രകാശ് ബോഡിയുടെ ആയിരുന്നു. ഇത് പിന്നെ ഈ 34 സീറ്റിൻ്റെ ആയതുകൊണ്ട് നല്ല കിടിലൻ സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കൊടുത്തു. അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് ബാക്കി കുറേ സാധനങ്ങളുടെ പരിപാടി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കൊമ്പ് കയറ്റി കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ഇപ്പോൾ കൊമ്പില്ലാതെ നല്ല ലുക്കാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ടേ വണ്ടിക്ക് കൊമ്പില്ലാതെ ഇപ്പം നമ്മൾ വണ്ടി മേടിച്ചപ്പം കൊമ്പില്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കൊമ്പ് നമ്മുടെ വണ്ടിക്ക് കയറ്റിയത്. അപ്പം ആ ഒരു കൊമ്പ് അത്ര ചേർച്ചയില്ല. അത് മേക്രോ ഒടിഞ്ഞിരിക്കും ഒരു സൈഡിലോട്ട്. അതായത് നമ്മുടെ ഇതില്ലേ പിന്നെ ഞണ്ടിൻ്റെ കാല് പോകുന്ന പോലെ ഇങ്ങനെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. അപ്പം ഈ ഒരു സാധനം കണ്ടത് അത്യാവശ്യം ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളും നടക്കും. ഇതിൻ്റെ ഓട്ടയും കൂടെ നടക്കണം. അല്ല വെള്ളം കയറും. അടക്കണേ, ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. ഗ്യാപ്പുകളൊക്കെ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ SS നെപ്പോളിയൻ്റെ സൈഡിലെത്തി. നമ്മുടെ SS നെപ്പോളിയനെ കുറിച്ച് പറയാൻ നേരത്ത് കുറേ അച്ചീവ്മെൻറ്റ് നടത്തി നമ്മുടെ വണ്ടിയാണ്. അതായത് ഉമ്ലിംഗ്ലയിൽ നമ്മളൊരു ബസ് ആദ്യമായിട്ട് കയറ്റി, ഒരു കാരവാൻ ആദ്യമായിട്ട് കയറ്റി നമ്മൾ ചെറുക്കാണ്. പക്ഷെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പല യാത്രകൾ കഴിഞ്ഞ് അവസാനം ഇവനെ എന്താ പറയുക റീസ്റ്റോർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ വണ്ടി പണിക്ക് കയറ്റുന്നത്. അപ്പം നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പം നമുക്ക് ഈ കൊമ്പും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കറക്റ്റ് അറിയാം.
ഇപ്പം ഇതിൻ്റെ സൈഡ് ഈ ഗ്ലാസ്സും ഇല്ലായിരുന്നു, ഈ ഗ്ലാസ് നമ്മൾ എക്സ്ട്രാ വെച്ചാ. ഇത് ഇങ്ങനത്തെ ഒരു തമിഴൻ ടൈപ്പ് ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റി, അല്ല ഐഷർ ഗ്ലാസ് ആയിരുന്നു, അതൊക്കെ മാറ്റി ഇത് ഫോഴ്സിൻ്റെ ഗ്ലാസ് നമ്മൾ കയറ്റിയതാണ്. പിന്നെ ആ കൊമ്പ് നമ്മൾ കയറ്റി, ആ കൊമ്പ് ഒരു രീതിയിലും ചൊവ്വാവില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ആ കൊമ്പ് കാണിച്ചു തരാം. ഇതേ മാക്രോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൊമ്പാണ്. ഇത് ഒരിക്കലും ചൊവ്വാവില്ല. ഈ കൊമ്പ് എങ്ങനെ സംഭവം എന്ന് പറയാം, ഇപ്പോഴത്തെ സാധാരണ നമ്മുടെ ഇതില്ല റൂട്ട് ബസ്, ആ സാധനത്തിന് വെക്കുന്ന കൊമ്പാണിത്. ഈ സാധനത്തിന് വെച്ച ഗ്ലാസ് വെക്കൂല, ഇങ്ങനെ മാത്രം വെക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഗ്ലാസ് കയറ്റിയത്. അങ്ങനെ ആകുമ്പോഴാണ് മാക്രോ ആയത്. വലിയ ചൊവ്വില്ല കേട്ടോ സാധനം. അത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ വൃത്തിയായി. പിന്നെ ഈ സൈഡ് മൊത്തം സർഫേസ് അടിച്ച് എല്ലാം ലെവലാക്കി നോക്കിയേ, നല്ല മിനുസമാക്കി നല്ല സെറ്റപ്പാക്കി ലെവലാക്കി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഇതെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ പെയിന്റ് കണ്ടില്ല എന്നൊരു പാടൊക്കെ, ആ സാധനമൊക്കെ കുത്തി പൊട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടില്ലേ. ഇതിനിപ്പോൾ ഒരു പെയിന്റ് അടിക്കേണ്ട മാത്രമേ ഉള്ളൂ, ബാക്കി കേസുകൾ. ഇനി അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി, ഇതേ ഇങ്ങോട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ നിൽക്കും ഇങ്ങനെ. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ പെട്ടി അടിച്ചു. അതായത് നമ്മൾ സാധനങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് സാധനങ്ങൾ വെക്കാനുള്ള പെട്ടി സംഭവങ്ങളൊക്കെ ബോക്സ് അടിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ പൊടിയോ സംഭവങ്ങളോ കാര്യങ്ങളോ കയറൂല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രത്യേക ഏറ്റവും നല്ല കാര്യം എന്താണ് ഇതിൻ്റെ അത് ചെയ്തത്, ഈ സാധനങ്ങളെല്ലാം ലോക്കാക്കിയത്. അല്ലെ നമ്മൾ വെക്കുന്ന സാധനം മൊത്തം പൊടി അടിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുന്ന സാധനം പൊടി അടിച്ച് ഫുള്ള് നശിക്കും. എല്ലാ കാര്യം ഓർത്തു, ഒരു കാര്യം മാത്രം മറന്നു പോകരുത്. 2 ടയർ മറന്നു ഉള്ളിൽ. ഇതിൻ്റെ അകത്തോട്ട് നോക്കിയേ, ഒരു പ്രാവശ്യം ഈ വണ്ടിയും കൊണ്ട് പോകുന്നത് താക്കോൽ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇതിൻ്റെ എണ്ണ അടിക്കാൻ, പമ്പിൽ ചെന്നപ്പോൾ എണ്ണ അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, ലാസ്റ്റ് പ്ലാസ്റ്റിക് കൂട് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതെന്തായാലും ഐശ്വര്യയിൽ പോയിട്ട് വത്സഞ്ചനോട് പറഞ്ഞാൽ സാധനം ഒരെണ്ണം മേടിക്കണം. അത് കിട്ടും, കിട്ടും. നമ്മൾ 3 പ്രാവശ്യം മാറ്റുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് ഈ പ്രാവശ്യം യൂറോപ്പിന് പോകാൻ നേരത്ത് നമ്മുടെ മറ്റേ വണ്ടിക്ക് 2 സാധനം വേണം. എന്നാ മറ്റേ സാധനം പൊട്ടിയതിൻ്റെ. യൂറോപ്പിൽ പോകാൻ നേരത്ത് 3 വിഷയം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിൻ്റെ ഒരു സാധനം നമ്മൾ വെച്ചായിരുന്നില്ല, പ്രൊജക്ടർ ലൈറ്റ്, അത് ചൊവ്വായില്ല. അത് 2 മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ അത് കൂടാതെ വേറൊരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടിയുടെ ആ ഒരു പവർ സ്റ്റിയറിങ്ങിന് മറ്റൊരു മോട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ബെൽറ്റ് വിടുന്ന സാധനം, അത് പൊട്ടിയത് മാറ്റി. 2-3 പേരോട് ഞാൻ സംസാരിച്ചു ട്രാവലറുള്ളത്. അപ്പം നമ്മുടെ ആ മോട്ടർ വെച്ചാക്കുന്ന എന്തോ സാധനം സെറ്റായിട്ടില്ല, അതുകൊണ്ടാണ് പൊട്ടുന്നത്. എങ്ങനെ നമ്മളെ മോട്ടർ വെച്ചാക്കുന്ന സാധനം ഇല്ല, അതിൻ്റെ അകത്തോടെ ഇങ്ങനെ സാധനം കറങ്ങുന്നില്ല ബെൽറ്റ്, ആ സാധനം അലോയ്മെന്റ് പോയി. അത് എത്ര നമ്മൾ ക്ലാമ്പ് മാറ്റി വെച്ചാലും പൊട്ടുമെന്ന്. കണ്ണൂർ ഒരു പുള്ളി ഉണ്ടല്ലോ ഇതിന്റെ കാര്യം ഉണ്ടല്ലെന്നാ പറഞ്ഞത്. അതിന്റെ അലോയ്മെന്റ് ആദ്യം റെഡി ആക്കിയിട്ട് ഈ സാധനം വെച്ചാലും അത് നിൽക്കുള്ളൂ. നമുക്ക് പ്രിൻസേട്ടനോട് ചോദിക്കാം. യെസ്, ഇനി ഇത് കണ്ടോ, ഇത് തുറന്ന് കാണിച്ചു കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ചോദിക്കാം. ഇതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ അടിച്ച് ക്ലോസ് ആക്കി വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഇതേപോലെ എല്ലാം അടിച്ച് വൃത്തിയാക്കി. ഇതൊക്കെ എന്തോരം സാധനം വേണം കൊള്ളും. അപ്പം അകത്ത് വലിയ സ്റ്റോറേജ് ഇല്ലെങ്കിലും പുറത്ത് പിന്നെ എന്ത് മതി, ഇതേപോലത്തെ സ്റ്റോറേജുകൾ മതി. ഇനി അതേപോലെ ഇത് താത്തി കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എയർ ഫിൽറ്റർ അല്ലേ, ഇത് കമ്പനി വരുന്ന വണ്ടിയുടെ എയർ ഫിൽറ്ററാണ്. അതിൻ്റെ കവറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ വണ്ടിക്കില്ലാത്തൊരു സാധനമായിരുന്നു വീലാർച്ച്. ഇത് കണ്ടോ, ഈ സാധനം നമ്മൾ ഫിറ്റ് ചെയ്തു, ഇവിടെ ഫിറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ബാക്കോട്ട് നോക്കിയേ, ഈ ബേക്കിലും നമ്മൾ ഈ സെയിം സാധനം ഫിറ്റ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നു. ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. ഫ്രണ്ടിലേക്ക് വാ. ഫ്രണ്ടിലേക്ക് ഡോറ് തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം ഇതൊക്കെ സ്റ്റക്ക്. ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നേ, ഇവിടെ കറക്റ്റ് കാണിച്ചു തരാം. ഈ ഡോറിനൊക്കെ അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ബീഡിങ് ഒക്കെ ഉണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഈ ബീഡിങ് ഒക്കെ തുരുമ്പെടുത്ത് പോയി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഇനി ഈ ബീഡിങ്ങും സംഭവങ്ങളെല്ലാം ഇനി മാറ്റി അടിച്ച് ലെവലാക്കി ഈ ബീഡിങ് അടിച്ചെടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ തുരുമ്പ്. അപ്പോൾ ഇതൊക്കെ പ്ലൈവുഡ് ഇട്ട് ഇത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഈ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടുണ്ടോ, ഇവിടെയൊക്കെ ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. അതെല്ലാം ലെവലാക്കണം. ഇവിടുത്തെ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. ഈ വേണ്ടാത്ത സാധനം കുറേ സാധനം അയച്ചു കളയണം. അതെ, എന്നാൽ ആ ഫ്രണ്ട് വൃത്തിയാവുള്ളൂ. അടുത്ത നമുക്ക് ചെയ്യേണ്ട പരിപാടി അതാ. പിന്നെ ഇവിടെ നമ്മുടെ വണ്ടി ഫുള്ള് AC ആണല്ലോ കയറ്റിയാക്കുന്നത്. ഇവിടെ കുറേ ഓട്ടോകളുണ്ട്, ഓട്ടോകൾ അടയ്ക്കണം. ഇതിൻ്റെ അനാവശ്യമായിട്ട് കുറേ ലൈനുകൾ പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി പുതിയ ലൈനുകളും സംഭവങ്ങളും വെക്കണം. ഈ ഫ്രണ്ട് ഇപ്പം നോക്കിയാൽ കൊമ്പില്ലാത്തവൻ വേറൊരു ലുക്കാണ്. അവിടെ നമ്മൾ ആ മേലത്തെ ടോപ്പിലെ സാധനം എടുത്തോളം അവിടെ ഫൈബർ ചെയ്തു. ഇനി ആ ഒരു ഭാഗം കൂടെ മാത്രമേ പുട്ടി ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെ പുട്ടി വർക്ക് ചെയ്ത സംഭവങ്ങൾ ചേട്ടൻ ഇവിടെ ഇതേപോലെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്ന ദീപു ചേട്ടാ, ഇത് കണ്ടോ, ഇവിടെ കുറേ ലൈനുകൾ, ഈ വണ്ടി മേടിച്ചപ്പോൾ മുതൽ വലിച്ച ലൈനുകൾ ഇതേപോലെ കുറേന്ന് വെച്ചാൽ കുറേ കിടപ്പുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ പല പല ലൈനുകളാണ്. ഇതെല്ലാം മാറ്റണം. പിന്നെ അതേപോലെ എയർ ഹോണൊക്കെ വെച്ചാൽ ഇത് കമ്പനി അല്ല കേട്ടോ, നമ്മൾ എക്സ്ട്രാ വലിച്ചാക്കുന്ന ലൈനുകളാണ്. ഇത് എയർ ഹോൺ വെച്ചതിനാണ്. ഈ എയർ ഹോണൊന്നും ഇനിയും വെക്കുന്നില്ല, കാരണം എയർ ഹോണൊക്കെ ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും പിടിച്ച പണിയാണ്. അതൊക്കെ കാര്യമില്ല, വണ്ടിയുടെ വെറുതെ. ഒന്നാമത്തെ കാര്യം, എയർ ഹോൺ വെച്ച് നമ്മൾ 4 അടി അടിച്ചു കഴിഞ്ഞാൽ എയർ ടാങ്ക് കാലിയാണ്. പിന്നെ അത് മാത്രമല്ല,
ഇത് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൊറയാണ്. അപ്പോൾ എയർ ഹോണൊന്നും ഇനി വെക്കുന്നില്ല, സാധാ നോർമൽ ഓണേ വെക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, കേരളത്തിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ കാണിച്ചില്ല, അതായത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവം നമ്മുടെ വണ്ടിക്ക് വെക്കണം. അപ്പോൾ അത് നാട്ടിലെ പിന്നെ അവിടുന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത്, RTO ഓഫീസ് മുഖേന നമുക്കത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സംഭവം നമുക്ക് ചെയ്യണം നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ അത് ചെയ്തില്ല പ്രശ്നമാണ്, നല്ല രീതിയിൽ ഫൈൻ കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലൈനുകൾ, പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ ഒരു മിററിൻ്റെ സംഭവം, ഇത് അതിസുരക്ഷയാണോ? ഇത് അതിസുരക്ഷയാണോ? അല്ല തോന്നുന്നു അതിസുരക്ഷ. ഇതിനകത്ത് ഇതുണ്ട്, സ്കാനറുണ്ട്. ഇതെല്ലാം പോയി, ഇതെല്ലാം പോയെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതിസുരക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ നമ്പർ ഇല്ല, അതാണ് അതിസുരക്ഷ. ഇവിടെ ഒരു നമ്പറും കൂടെ വരും അല്ലേ? 2019 ശേഷമാണ് ഞാൻ ഷോറൂമിൽ വിളിച്ചു വെച്ചും പറഞ്ഞ് ഈ സംഭവങ്ങളായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് അതും ചെയ്യാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ ഒരു ഇതിൽ 3 റിലേ കൊടുത്തിട്ടുണ്ട്. അത് AC-യുടെ റിലേ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊരു പെട്ടി അടിക്കണം ഇവനെ, വെള്ളം ഇറങ്ങാതിരിക്കാൻ അല്ലേ? ആ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വണ്ടിയുടെ ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് പണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഈ മാറ്റ് 3 ഇവിടെ അടിച്ചിടാനുണ്ട്. അത് ചെയ്യണം. മാറ്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലൈവുഡ് കട്ട് ചെയ്ത് ഇവിടെ ഇടണം, അതിൻ്റെ മേളിൽ ഇടണം. അന്നൊരു രസം. അങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല. അതായത് ഇവിടെ ആ മാറ്റ് നമ്മൾ മറ്റേ ഒരു സാധനം ഉണ്ട്, അത് മാത്രമായിട്ട് കട്ട് ചെയ്യണം. പ്ലൈവുഡ് ഇട്ട് കഴിഞ്ഞാൽ തെന്നിപ്പോവും. ഇത് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തെന്നി വീഴാൻ സാധ്യത. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതാണ്. അപ്പോൾ അത് വീഴാത്ത ആരുമില്ല, എല്ലാവരും വീണ. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ജനറേറ്റർ റൂമിൽ ഈ ഡോർ ഇല്ലായിരുന്നു, ഈ ഡോർ വെച്ചു. അതേപോലെ തന്നെ ഇത് തുറക്കണമെങ്കിൽ മറ്റേ സാധനം ഇല്ല, മറ്റേ സാധനം എന്തോ പരിപാടി. ഇതിൻ്റെ ഉള്ളൊക്കെ അടിച്ച് ക്ലോസ് ചെയ്ത് വെച്ചേക്കോട്ടോ. ഇതെങ്ങനെയാണ് ഇതുണ്ടോ ചെയ്തതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇതുണ്ടോ, ഇനി ഇത് കണ്ടോ, ഇത് തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ 1.5 kV-യുടെ 1 kV-യുടെ ജനറേറ്റർ കയറ്റുന്ന സ്ഥലം. ഇത് ഓൾറെഡി അടിച്ച് ക്ലോസ്. ഇതിന് ചെറിയ ഇത് നോക്കി, ചെറിയ ഓട്ടയും സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്ലോസ് വെക്കൂലേ മറ്റേ ഇത് പോകണ്ടേ? അതിന് നമ്മൾ ഈ പ്രാവശ്യം തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇത്ര യാത്ര ചെയ്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് ജനറേറ്ററിൻ്റെ പുകക്കോട്ടിൽ പുറത്തോട്ട് എങ്ങനെ കളിച്ചാലും പുറത്തോട്ട് വരുന്ന രീതിയിൽ എക്സ്ട്രാ പൈപ്പ് ഇട്ടിട്ട് അതിനെ പുറത്തോട്ട് വെക്കാനുള്ളൊരു പരിപാടി. ഫിക്സഡാണ് ഇതിൽ. അതിൻ്റെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുറന്നിടും. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മൾ കാശ്മീരിൽ ഒന്ന് തുറന്നു വെച്ചാൽ ഒന്ന് എടുത്തോണ്ട് പോകണ്ടായിരുന്നു. അതെ, ഓർമ്മയുണ്ടോ? അതെ, ഫിക്സഡ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അത് ചെയ്യണം. അല്ലെങ്കിൽ പണിയാട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഫോമുകൾ ഓൾറെഡി ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തപ്പോൾ ഇതെല്ലാം പോയി. ഇപ്പോൾ പുതിയ ഫോമുകൾ പശ തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ആദ്യം പശ വെക്കും, സാധനം ഒട്ടിക്കും. ആദ്യം പശ വെക്കും, സാധനം ഒട്ടിക്കും. അതേ സമയത്ത് ഇവിടെ ഓരോ ലൈറ്റുകളുടെ മറ്റ് ഫൈനൽ ലൈറ്റുകളുടെ ഇലക്ട്രിക്കലിലെ ലൈനുകൾ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ഓപ്ഷൻ ഇല്ല, ഒന്നിനും ഇട്ട് കഴിഞ്ഞാൽ ഇട്ടു. അല്ല, വേറെ കാര്യമുണ്ട്, ചേട്ടന്മാർ അതനുസരിച്ച് ഇടുന്നത്. അതായത് ലൈന് പുറത്തോട്ട് ഇട്ടിട്ടാണ് ഈ ഫോം ഇടുന്നത്, ശ്രദ്ധിച്ചോ? അല്ലേ? ഇത് കണ്ടോ, ഇവിടെ ചേട്ടന്മാർ ഏകദേശം ഈ ഭാഗങ്ങൾ മൊത്തം ഒട്ടിച്ച് തീർത്തു. ഈ മേള് മൊത്തം. ഇനിയിപ്പം ചേട്ടന്മാർ നേരത്തെ മുറിച്ച് വെച്ചാ രാവിലെ മുറിച്ച് വെച്ചാൽ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലേ? ഇതിന് എത്ര സമയം എടുക്കും ചേട്ടാ മൊത്തം തീരണല്ലേ? 1 മണിക്കൂർ 2 മണിക്കൂർ തീരുമോ? എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ തീരും. അതായത് 2 സൈഡ് ടോപ്പ് ഇത്രയും ഭാഗങ്ങളാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങൾ ചേട്ടന്മാർ കറക്റ്റ് പശ തേച്ച് പശ തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നവർക്ക് നല്ല കുശാലായിരിക്കും. എന്നാ പോസിക്ക് കിക്കാവൂല്ലേ? അങ്ങനത്തെ പശ തേച്ചാൽ ഇനി ഇതിനകത്ത് നിൽക്കാൻ പറ്റൂല കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി കറക്റ്റ് കാണാൻ പറ്റും. ഇത് കണ്ടോ, പശ തേക്കുന്നുണ്ടോ? ഇതേപോലെ പശ തേച്ച് ഇതിലേക്ക് പശ തേച്ചിട്ട് വേണം അത് ഒട്ടിക്കാൻ വേണ്ടി, അല്ലാതെ നിൽക്കത്തില്ല. ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂസായി പോകും കേട്ടോ. ഭയങ്കരം ആൽക്കഹോൾ കണ്ടിട്ടുണ്ടോ ഇതിനകത്ത്? അല്ലേ? പെട്രോൾ നമ്മൾ ടീറ്റിൽ അടിച്ചിട്ട് നമ്മളെല്ലാം പൂസായി പോയത് ഓർമ്മയുണ്ടോ? ഇത് ഫെവിക്കോൾ അല്ലേ? അത് തന്നെ. ഇത് കണ്ടോ, ഫെവിക്കോളിൻ്റെ ഈ സാധനമാണ്. ഈ സാധനം ഇതിലാണ് ഇത് ചെയ്യുന്നത്. അതായത് പെട്രോൾ ഉൽപ്പന്നമാണ് ഈ സാധനം. അതാണ് ഈ വണ്ടിയൊക്കെ കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കയറി പിടിക്കുന്നത്. കാരണം ഇതിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വെച്ചാണല്ലോ ഇതെല്ലാം ഈ അപ്പോൾസറി അതുപോലെ തന്നെ ഇതിൽ ഒട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ടോ നമ്മുടെ ഒരു ചെറിയൊരു ഇതുപോലും വരാതെ എല്ലാ സാധനങ്ങളും ഇതേപോലെ ജോയിന്റ് ചെയ്ത് പൈപ്പിൻ്റെ അതുകൊണ്ട് ഇതേപോലെ പൈപ്പിൻ്റെ അകത്തോടെ ഇട്ടാക്കുന്നത്. കാരണം ഒരു ചെറിയ സ്പാർക്ക് പോലും വരാതെ. പക്ഷേ ഇതിൻ്റെ മുമ്പേ ചെയ്ത് അങ്ങനെയല്ല. ഇത് സ്പീക്കർ ലൈനാണോടാ? മൊത്തം 4 സ്പീക്കർ ലൈനാണ്. 4 എണ്ണം, ഫ്രണ്ട് 2, ഇവിടെ 1, ബേക്കിൽ 1. അങ്ങനെ അതായത് വേറെ സംഭവം ഇടുന്നുണ്ട്. ഉള്ളി കേൾക്കണം, ഉള്ളി കേൾക്കാം. ബേക്കിൽ കേൾക്കണം, ബേക്കിൽ കേൾക്കാം. സ്വിച്ച് വെക്കും. സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തും. ലൈറ്റ് അല്ല, അത് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഈ വശത്തോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇവിടെയൊക്കെ
AC കൂടാതെ അപ്പുറം ഇപ്പുറം 2 ബോക്സ് അടിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ബോക്സ് അടിക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് അത്യാവശ്യം സാധനമൊക്കെ വെക്കാനും പേപ്പർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ അവിടെ ആമ്പ്, പിന്നെ അതുപോലെ തന്നെ CCTVയുടെ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ ലൈനിൻ്റെ പരിപാടിയും സംഭവങ്ങളൊക്കെ ഏകദേശം തീരും. പിന്നെ ലൈൻ പരിപാടിയും സംഭവങ്ങളും തീരുക വൈകിട്ടത്തേന് ആണോ? യെസ്. ഇന്ന് ഈ ഫോം ഒട്ടിച്ച് ലൈനിൻ്റെ പരിപാടി തീർന്നാൽ നാളെ ACP വർക്ക് തുടങ്ങാൻ പറ്റും. ശുക്രവാർ നമുക്ക് പോവുകയും ചെയ്യാം. അതെ, ശുക്രവാർ അല്ലേ? അതെ. അതായത് നമുക്ക് നാളെ ACP വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ACP വർക്ക് കഴിയും. പിന്നെ അടിയിൽ ഇതുണ്ട്, ഇത് നിങ്ങളോട് പറഞ്ഞില്ല, ഇതുണ്ട്, ഇത് ഫ്ലോർ പിന്നെ പ്ലൈവുഡ് വെച്ച് അടിച്ച് സെറ്റപ്പ് ആക്കിയാക്കുന്നതാണ്. ഇനി കുറച്ചും കൂടി ഇടാനുള്ളൂ. അതായത് ഇതുണ്ട്, ഈ ഫ്രണ്ട് ഭാഗമുണ്ട്, ഇവിടെ ഇച്ചിരി പ്ലൈവുഡ് ഇടാത്ത ഈ ഭാഗങ്ങളും കൂടെ പ്ലൈവുഡ് ഇട്ട് കഴിഞ്ഞാൽ പ്ലൈവുഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങേ ഉള്ളൂ. അതായത് ഫ്ലോറിങ്, വുഡിൻ്റെ ഫ്ലോറിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ പരിപാടി ഏകദേശം കഴിഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ പുറത്തെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി. പുറത്തെ പെയിൻറ്റ് ചെയ്യുന്നതിന് പിന്നെ ഗ്ലാസ് വെക്കണം. ഗ്ലാസ് വെച്ചിട്ട് പെയിൻറ്റ് അടിച്ചില്ല മൊത്തം പെയിൻറ്റ് ഉള്ളിലോട്ടാവും. അതുകൊണ്ടാണ് പെയിൻറ്റ് ഇപ്പോൾ അടിക്കാൻ. ഗ്ലാസ് വെച്ചിട്ട് വേണം ഈ മൈക്രോപ്രസിൻ്റെ AC നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഗ്ലാസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് സ്റ്റാർട്ട് ആക്കി. സക്സസ് ആണോ ഇല്ലെന്ന് അറിയണ്ടേ? കൊടും വെയിലത്താണ് ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ തണുപ്പുള്ള സമയമാണെങ്കിലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അല്ലടാ ലിവിനെ, പക്ഷേ 2 ഇടം വെച്ചാൽ എൻ്റെ മനസ്സ് പറയാൻ നല്ല കൂളിംഗ് ആയിരിക്കും അല്ലേ? അല്ലെ നമുക്കൊരു കൂളറും കൂടെ കൈ മേടിക്കാം. അതായത് ഇതിൻ്റെ ഫ്ലോപ്പിന്, അതായത് ഇതിൻ്റെ ബേക്കിലേക്ക് കിട്ടൂല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങോട്ട് നിന്ന് പറയും. ചേട്ടന്മാർ തകൃതിയായിട്ട് പടപട്ടേന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ചേട്ടനോട് പറഞ്ഞാൽ നീ രാവിലെ വന്നാൽ ഞാൻ പടപട അടിച്ചായിരുന്നു. മനസ്സിലായി, നല്ല സ്പീഡല്ലേ ചേട്ടനെ? ഗൈസ്, അവരവരുടെ പരിപാടി പടപടേ അതായത് 2 സൈഡും പിന്നെ ബേക്കും മേളും പടപടേ എന്നുള്ള പരിപാടികളാണ്. ഇതില്ലേ ഇതിൻ്റെ അകത്ത് കിടക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. സംഭവം ചൂടുണ്ട്, തണുപ്പ് കയറൂല. തണുപ്പുണ്ടെങ്കിലും ചൂട് കയറൂല. അത് മീഡിയം കാലാവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് ഈ സാധനം. അല്ലെ നമ്മൾ ഇതിനകത്ത് കിടക്കൂല. പക്ഷെ ഇതിനകത്ത് വേറെ കാര്യം, നമ്മുടെ ട്രാവലിൻ്റെ അത് ഈ സെറ്റപ്പ് ഇല്ല. നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. ഇല്ല, മേള് പൊളിച്ച് നോക്കിയിട്ടില്ല. സൈഡില്ല. ഞാൻ 100% ഉറപ്പുറ ഇല്ല. സാധാരണ ബോഡിയിൽ നിന്ന് കയറ്റിയാക്കുക. അല്ല എങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ചളങ്ങുമ്പോൾ ഉള്ളിൽ നമുക്ക് ഇത് കിട്ടുന്നത് ശരിയാന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ഈ ഷീറ്റ് നമ്മുടെ ട്രാവലിൻ്റെ അത് ഇല്ല അല്ലേ? ഇല്ല. പക്ഷെ ചെറിയ വണ്ടി കൊണ്ടായിരിക്കാം ഇത്ര വലിയ വണ്ടി. അത് ചെറിയ വണ്ടി ആയതുകൊണ്ട് AC പെട്ടെന്ന് കൂളാവും. പിന്നെ കയറുന്നുണ്ട് പുറത്ത് നല്ല തണുപ്പടിച്ചിട്ട് ഈ പ്രാവശ്യം -30 കിടന്നപ്പം ഉള്ളിലോട്ട് മഞ്ഞ് കയറി ഓർമ്മയുണ്ടാവും. ഗൈസ്, വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ പരിപാടി നമുക്ക് കറക്റ്റ് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന പരിപാടി ഡിലേ ആവും കേട്ടോ. ഗൈസ്, ഈ കാണുന്നത് ഫയർ റെസിസ്റ്റൻസ് സംഭവമാണ്. അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ, നമുക്ക് വണ്ടിയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു സാധനം. അതായത് ഇതുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തീനെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. നമ്മുടെ TTനെ പോലും ഇവിടുന്ന് അമേരിക്ക ഓടിച്ചുകൊണ്ട് പോകും. അപ്പം ഇപ്പോൾ യൂറോപ്പിലുള്ള, അതായത് നമ്മൾ നേപ്പാൾ വിട്ട് ചൈന മുതൽ നമ്മുടെ വണ്ടിയിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ പേപ്പർ അടക്കം ഈ സാധനം വണ്ടിയിൽ 2 എണ്ണം കുറഞ്ഞത് വേണം. ഇതില്ലെങ്കിൽ വലിയ ഫൈൻ കിട്ടും. അത് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് തുർക്കി പോലുള്ള രാജ്യങ്ങൾ, പിന്നെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ക്യാരവാനിൽ ഇത് വേണമെന്നുള്ള നിയമമാണ്. നമ്മൾ ആരൊക്കെ, നിങ്ങളൊരു ചെറിയ കാറ് മേടിച്ചാൽ പോലും ഇതുപോലുള്ളൊരു ഇങ്ങനത്തെ ഒരു ചെറിയ കുറ്റിയോ അല്ലെ ഇതേപോലത്തെ ഒരു വലിയ കുറ്റിയോ നിങ്ങൾ മേടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല ഇവിടെ. അതായത് നമ്മൾ 10, 20, 30 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങും. അതെ. അതേ സമയത്ത് 2000 രൂപയുടെ ഇത് കൂടെ ഒരു സാധനം നമ്മൾ മേടിച്ചു, ഞാനടക്കം എബിനടക്കം ആരും ഇത് വാങ്ങി വെക്കില്ല. അതെ. ഒരു വണ്ടിയുടെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഇതില്ലാതെ നിങ്ങൾ യാത്ര ചെയ്യരുത്. ഈ ഒരു സാധനം നമ്മുടെ കാറുകൾ മേടിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം ഫയർ ബോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലത്തെ 2 ബോളുകൾ നമ്മുടെ കാറ് ഒന്നും ഫയർ ആവുകയാണെങ്കിൽ ആ ബോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് അപ്പം തന്നെ ആ തീ നിൽക്കും. അപ്പോൾ അത് യൂറോപ്പിലൊക്കെ പോകാൻ നേരത്ത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ക്യാരവാനൊക്കെ മസ്റ്റ് സാധനം. ഇതൊരു 5 എണ്ണമെങ്കിലും നമ്മൾ വെക്കണം. ശരിക്കും 2 എണ്ണം റിക്വയർമെൻ്റ് ഉള്ളൂ. ഒരു 5 എണ്ണമെങ്കിലും വെക്കണം. ഇതേപോലെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇതെങ്ങനെയാണെന്നറിയാമോ? ഈ സാധനം ഇങ്ങനെ ഇത് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ലോക്കാണ്. ഈ ലോക്ക് അഴിച്ചിട്ട് ഇതിങ്ങനെ അടിച്ചാൽ ഒരു പരിധി വരെയുള്ള തീയൊക്കെ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങോട്ട് നോക്കി, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുറ്റിയാണ്. അത്യാവശ്യം ഒരു ചെറിയ കാറുകൾക്കൊക്കെ ഇത് മതി. ഇത് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വണ്ടി മേടിച്ചൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ തീ പിടിക്കുമ്പോൾ നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കേണ്ടി വരും. വെള്ളത്തിന് ബക്കറ്റും എടുത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വരുമ്പോഴത്തേനും നമ്മുടെ വണ്ടി മൊത്തം കട്ടി. ഇത് 2 kg. ഇത് എത്ര kg? ഇത് 5 ഇത് എത്ര kg? 5 10 ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു എടുക്കാൻ നേരത്ത്. ഇതിവിടെ ഈ കമ്പനിയിലേക്ക് മേടിച്ചാട്ടോ. എനിക്ക് തോന്നുന്ന കമ്പനിയിലേക്ക് മേടിച്ചു. ഇത് പിന്നെ ഈ അർബാനിക്കൊക്കെ ഇപ്പം വരുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അങ്ങനെയുള്ള സാധനം തോന്നുന്നു. അത് പുതിയ ബോഡി ഇത് നോക്കാൻ നേരത്തെ ബസ്സിന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതില്ലാതെ ഇതുപോലും കൊടുക്കൂല, പെർമിറ്റ് പോലും കൊടുക്കും. ഈ സാധനം നിങ്ങൾ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ വണ്ടികളിലെല്ലാം ഈ സാധനം മേടിച്ച് വെക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് എല്ലാം ഒരു 99% വരെ വണ്ടീനകത്ത് ഈ വയറിങ്ങിന്റെ വിഷയം വരുന്നുണ്ട്. ഇതിപ്പം കമ്പനി വരുന്നതായിരിക്കൂല, ഒരു വഴിയെ പോകുന്ന ഒരു എലി വെറുതെ ഒന്ന് കടിച്ചാൽ മതി, നമ്മൾ അറിയൂല, ഷോർട്ടായി പോകും. അതെ, അപ്പോൾ ഇതേപോലുള്ള ഫയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞ കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ബേക്ക് വശത്തോട്ട് വരാൻ നേരത്ത് നമ്മുടെ വണ്ടി പണ്ട് മുതലേ കണ്ട എല്ലാവർക്കും അറിയാം, ഫുൾ പ്ലെയിൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഇതേപോലത്തെ ഡിസൈനുകൾ കൊടുത്തേക്കുവാണ്, ഇതേപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും. വേഗം ഒരു വൃത്തിയായി, ഇപ്പം നേരത്തെ ഒരു വേഗം ഒരു വൃത്തിയില്ലാത്തൊരു ഫിനിഷിംഗ് ആയി. ഇപ്പം ഇതിൽ നമുക്കൊരു പോരായ്മ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇത്രയും വലുതല്ലേ, ഇത് കട്ട് ചെയ്തിട്ട് ഇത് ചെറുതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. പിന്നെ വേറെ കാര്യമാണ്, ബേക്കിൽ നിന്ന് നേരത്തെ നോക്കാൻ നേരത്തെ ആരും ഞങ്ങളുടെ ബേക്ക് നോക്കൂലായിരുന്നു, ബേക്ക് കൊള്ളൂലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോകാൻ നേരത്ത് എല്ലാരും ബേക്ക് നോക്കും. അതായത് ഇപ്പം സംഭവം ലെവൽ. ഇനി അത് മാത്രമല്ല, ഈ ഒരു സാധനത്തിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ TT നെപ്പോളിയനിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതേ ആവശ്യം കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കാം. കണ്ടോ, അവിടെ ഒരു ലോക്കും സാധനമുണ്ട്. ആ ബോൾട്ട് ഒന്ന് ടൈറ്റ്, ബോൾട്ട് ഇപ്പുറം വരണ്ടേ, ഇതിപ്പോൾ അപ്പുറം വീണെന്നേ ഉള്ളൂ. കണ്ടോ, ആ ബോൾട്ട് അവിടെ വീണെന്നേ ഉള്ളൂ. അവിടെ സ്ക്രൂ അടിയും പരിപാടി നടക്കും. മാർക്കേ ഇത് വിട്ടേ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. വിട്ടേ, ഇത് കണ്ടോ, കൈ വിട്ടേ, കയറി കാണിച്ചേ. ഇതെല്ലാം ഞങ്ങൾ കസ്റ്റം ചെയ്തെടുത്തോ കേട്ടോ. ഇതുണ്ടോ, കണ്ടോ, ഇതേപോലെ നമുക്കിനി എന്തെങ്കിലും ആവശ്യം മേളിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയർ തട്ടി, അല്ലെങ്കിൽ ഒരു ലൈൻ തട്ടി, അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും പരിപാടി, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേളിൽ കയറാം. അതിന് പ്രത്യേക സാധനങ്ങൾ വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ലാഡറാണ് ഈ സാധനം. ഇതിൻ്റെ ഇവിടെ ഒരു ഈ ഞെട്ടാണ് ഇതിനെ സ്ക്രൂ ചെയ്യുന്ന സംഭവം. വേറെ കാര്യമുണ്ട്, ഞങ്ങളോട് ചോദിക്കാതെ ആർക്കും മേളിലും കയറാൻ പറ്റൂല. ഇതിനിവിടെ ഒരു സാധനമൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതുണ്ടോ, ഞാൻ കറക്റ്റ് കാണിച്ചാൽ ഇതുണ്ടോ, ഇതിങ്ങനെ എടുക്കുന്നു. ഞങ്ങളുടെ TT നെപ്പോളിനുള്ള പോലെ തന്നെ ഇതേ അടച്ചോ, അത് ചേർന്നങ്ങ് ഇരിക്കും. എന്നിട്ട് ഇതുണ്ടോ, ഈ ബോൾട്ട് എടുക്കുന്നു, ഇവിടെ അങ്ങോട്ട് ഇടുന്നു, ഇവിടെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. അത്രേ ഉള്ളൂ പരിപാടി. താത്തിക്കോ, കണ്ടോ, കറക്റ്റ് സാധനമല്ലേ. പിന്നെ വേറൊരു സാധനം ഞാൻ ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ മറന്നുപോയി, അത് ഞാൻ കാണിച്ചു തരാം. അതായത് സ്ക്രൂ അടിക്കുക കേട്ടോ, അവിടെ ഓരോ സാധനങ്ങളൊക്കെ സ്ക്രൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പണിയും കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അതായത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി. ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടെ ഫിക്സ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു, ഇങ്ങനെ ഒരു കമ്പി. അപ്പോൾ ഇതൊരു ഭയങ്കര വൃത്തിയോടും പിന്നെ താഴത്തെ ഒരു സൗകര്യവും കാര്യങ്ങളും പോകുന്നുണ്ട്. ഈ സാധനം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് കണ്ടോ, ബെഡ് അവിടെ നിന്ന് നേരെ ഇവിടെ പിന്നെ ബെൽഡ് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഒരു സംഭവം റെഡിയായി. അത് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലം പോവും. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടുത്തെ സ്ഥലം ഇപ്പോൾ വീതി സംഭവങ്ങൾ പോവും. അപ്പോൾ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി വീതിപ്പും സംഭവങ്ങളും ആ ഒരു ബുദ്ധിമുട്ടും സംഭവങ്ങളൊക്കെ മാറി കിട്ടും. പട്ടപ്പെട്ടാന്നുള്ളത് നോക്കി, നേരത്തെ നമ്മൾ വരാൻ നേരത്ത് ഇത്രയും ഫോം പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നിസ്സാര സമയം കൊണ്ട് ഏകദേശം ഫോമിന്റെ പരിപാടി. ഈ വണ്ടി ഇപ്പം വൈറ്റ് പ്ലെയിൻ ആയി, എന്ത് രസാ ബേക്ക് കാണാന്ന് നോക്കി. പ്ലെയിൻ ആയിരുന്നപ്പോ അല്ലേ സത്യം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 1000 കൂട്ട് മറ്റേ ഒരു എന്താ പറയുക വലിയ പണ്ടത്തെ തറവാടിന്റെ ഉൾഭാഗം പോലെ കുറെ കൊത്തുപണിയും കുറെ ഡിസൈനും ചൊവ്വായിട്ട് ചെയ്യണ്ടേ, അങ്ങനത്തെ കുറെ സാധനങ്ങളും അതിൻ്റെ അകത്ത് കുറെ ലൈറ്റും. പക്ഷെ അതൊന്നും പിന്നെ എന്താ പറയുക നമ്മളെപ്പോലെയുള്ള പിന്നെ ഈ യാത്ര നടത്തുന്നവർക്ക് അതൊന്നും അത്ര പോസിബിൾ അല്ല. ഇത് ഈ സൈറ്റ് ടു സൈറ്റ്, അതായത് സിനിമ സൈറ്റുകളൊക്കെ ഓടുവാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്, അല്ലാത്ത കാര്യത്തിൽ സെറ്റ് ആവില്ല കേട്ടോ. പിന്നെ അതേ സമയത്ത് തന്നെ ശ്രീത്ത് ഇവിടെ ലൈനുകളും സംഭവങ്ങളും ഓരോന്നും വലിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ സംഭവങ്ങളുടെ ലൈനുകളാണ് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഷീറ്റ് ഒട്ടിച്ച് ACP അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കൂല. അല്ല പിന്നെ ഇതൊന്നും കാര്യങ്ങൾ നടക്കൂല. ഇത് കണ്ടോ, ഇവിടെ അതേപോലെ തന്നെ വയറുകളും സംഭവങ്ങളും കാര്യങ്ങളും. LCV സാധനങ്ങൾ. പിന്നെ ഇതുണ്ട്, ഈ ടേബിളിൽ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒട്ടിക്കാണ്ട് അങ്ങനെ ഓരോ പരിപാടി നടക്കും. ഇനി വേറെ കാര്യം ഇത് കണ്ടോ, ചേട്ടാ ഈ സാധനമില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടണം. അതിൻ്റെ ഉള്ളിൽ കൂടി ഇടാൻ പറ്റൂലല്ലേ. അപ്പോൾ ഈ CCTV വെക്കുമ്പം ചെയ്യാന്ന് പറഞ്ഞോ, ചോദിച്ചായിരുന്നോ? ആണോ ഗൈസ്, ഈ സാധനം ഒട്ടിച്ചോണ്ടേ ഈ ഒരു സാധനം TV ക്യാബിൻ ഇങ്ങനെ കയറ്റുവാണല്ലോ. അപ്പോൾ അവിടെയാണല്ലോ TV വരുന്നത്. ഇത് എത്രയുടെയാടാ, 32 24 ആണോടാ? ഇത് 34 24 32 അല്ലേ ഇവിടെ ഉള്ളത്? ഇത് 24 TV ക്യാബിനാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ ഓരോന്നായിട്ട് വയറിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം നമുക്ക് വണ്ടിക്കകത്ത് നിൽക്കാനും പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ സാധനം ഫ്രീ ആയിട്ട് പൂസാകുന്ന സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഓവർ നേരം നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പൂസാവും. ചേട്ടനൊക്കെ എന്നെ ഭാഗ്യവാന, കാശ് കൊടുക്കാതെ പൂസാകല്ലോ. എൻ്റെ അമ്മോ, ഈ മണം അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ലോ, വിശക്കുന്നു, തല കറങ്ങുന്നു, നാക്കിൻ്റെ ഇവിടുന്ന് ഒരു തരിതരിപ്പ്. നാക്കിന് ഒരു തരിതരിപ്പ്. അസൽ പെട്രോൾ തന്നെയല്ലേ ഏട്ടാ? ഇത് പെട്ടെന്ന് ഫയർ കയറി പിടിക്കുന്നു സാധനമാണ് കത്തുന്നത് അല്ലേ?
ആണല്ലേ ചേട്ടാ എല്ലാ വണ്ടിയിലും അപ്പോൾസറി ചെയ്യുന്ന ഈ സാധനം വെച്ചല്ലേ എല്ലാ വണ്ടിയിലും അപ്പോൾസറി ചെയ്യുന്ന ഇതേപോലത്തെ ഫോം ഒട്ടിക്കുന്ന അല്ലേ അതെ ലോകരാജ്യങ്ങൾ എല്ലായിടത്തും ഈ സാധനം ഈ പശ വെച്ച ചേട്ടൻ പറഞ്ഞ കേട്ടോ നേരത്തെ അതിനും വെൽഡിങ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആളി പിടിക്കുന്നു ചെയ്യാൻ പാടില്ല അല്ലേ എടാ അതാണ് ലോകരാജ്യങ്ങൾ എല്ലാ വണ്ടികളും ഇങ്ങനെ ചെയ്യുന്നത് ഫിക്സ് ചെയ്ത് അല്ലേ അടഞ്ഞു പോകും കമ്പനികളിൽ വരുന്ന വണ്ടികൾ വരെ ഫോം ചെയ്യുന്ന ഇങ്ങനെയല്ലേ കമ്പനി വരെ വരുന്ന വണ്ടികളിൽ ഫോം ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം വൈകുന്നേരം വരെ വേറെ ഒരു പെട്രോൾ ഉൽപ്പന്നമുണ്ട് അതായത് ഒരു സ്പ്രേ പോലെയുള്ള സാധനം ഇങ്ങനെ അടിച്ചു കൊടുക്കും അതിങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ പൊങ്ങി വരും ആയിട്ട് കട്ട് ചെയ്ത് എനിക്കറിയത്തില്ല മറ്റേ പത പോലെ അത് ഏറ്റവും ഡേഞ്ചർ ആ സാധനം അത് ഭയങ്കര പെട്രോൾ ഉൽപ്പന്നമല്ലേ ഇതാകുമ്പോ അത്രയും കത്തൂല മറ്റേതാകുമ്പോൾ കത്തി കഴിഞ്ഞാൽ മൊത്തത്തോടെ ഇതിന് മേലിൽ ഇനി ACP വരണം അങ്ങനെയുള്ള കുറെ പരിപാടികൾ പണ്ട് ജോസ്മി സാർ പറഞ്ഞത് നിലത്തടിക്കുന്ന ഒരു സാധനം കാട് വളരെ പറഞ്ഞ ആ സെയിം സാധനം നമ്മുടെ വണ്ടിയുടെ ഫോം ഒട്ടിച്ച് ഏകദേശം ഒതുങ്ങി കേട്ടോ ദേ പട്ടപ്പെടാന്നുള്ള ഒട്ടിയിലാണ് ദേ ഏകദേശം ടോപ്പൊക്കെ ഒട്ടിത്തീർന്നു ദേ സൈഡൊക്കെ മൊത്തം ഒട്ടിത്തീർന്നു ദേ ഓരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം കുറച്ച് ഈ ഒരു സൈഡും പിന്നെ ആ ബേക്കിൽ ആ സൈഡും അങ്ങനെയുള്ള കുറച്ച് സ്ഥലം കൂടെ ഉള്ളൂ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് ഒട്ടിച്ച് തീരും കേട്ടോ അല്ലേ ഏട്ടാ യെസ് ഏകദേശം നമ്മുടെ ഒട്ടിച്ച് തീരും ചേട്ടന്മാർ ഇത് തീർത്തിട്ട് പോകുന്ന പറഞ്ഞത് അല്ലേ ഇന്ന് ഒട്ടിച്ച് തീർന്നിട്ട് പോകുന്ന പറഞ്ഞത് ഇതുണ്ടോ ഈ സൈഡൊക്കെ പശ തേച്ചോണ്ടിരിക്കുകയാണ് ഈ പൂസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ പൂസായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പൂസ് ഇറങ്ങി അതെ പക്ഷെ പൂസും കൂടെ ആണ് ഒറ്റയടിക്ക് വിശന്നു പോയി ചേട്ടാ 3 പഴംപൊരി കഴിച്ചിട്ടാ ഒതുങ്ങിയത് ഒറ്റയടിക്ക് വിശന്നു കേട്ടോ ഒറ്റയടിക്ക് എൻ്റെ അമ്മോ അല്ലേ ആഹാ അപ്പം നിങ്ങൾ 1.25 ക്വാർട്ടർ അടിക്കുന്ന ആള് 1/2 ക്വാർട്ടർ അടിച്ചാൽ മതിയല്ലോ ഗൈസ് ഇത് ഭയങ്കര മണം കേട്ടോ നമ്മൾ വിചാരിച്ചല്ലോ പക്ഷേ ഈ വെള്ളം വന്നപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ പെട്ടെന്ന് ഒതുങ്ങിപ്പോയല്ലോ ഒന്നുമില്ലേ ഒതുങ്ങിപ്പോയി രസമല്ലേ ഇതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും ഇതിന്റെ വെള്ളമൊന്നും ചെയ്യേണ്ട ആവശ്യം ഗൈസ് നമ്മുടെ ചെറുക്കൻ ലൈൻ ഇട്ടുകൊണ്ടിരിപ്പുണ്ട് ഏകദേശം ലൈനും കാര്യങ്ങളൊക്കെ തീരാറായിട്ടോ ഇതെന്തിൻ്റെ ആടാ 12 വോൾട്ടാ ആംബിയൻസ് ലൈറ്റിൻ്റെ സാധനങ്ങൾ ലൈനുകൾ അങ്ങനെ ഓരോന്നും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കട്ടെ ഏകദേശം ഒതുങ്ങാറേ നാളെ ACP അടിക്കും ACP വർക്ക് നാളെ ചെയ്യും കണ്ണഞ്ചേട്ടൻ വന്നാൽ നാളെ ഉറപ്പ് അതെ ലീവ് എടുത്തു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞത്തേനാവും അല്ലേ ഏതാണ്ട് ACP വർക്കും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യും ഇല്ല കണ്ണൻ ചേട്ടാ നാളെ ചെയ്യൂലേ ഇന്നലെ ജിമ്മിൽ പോയി മുണ്ടൊക്കെ അയച്ചിരുന്നേ ജിമ്മിൽ പോയിട്ട് പുള്ളി 2 പൊക്ക് പൊക്കിയതാ കേട്ടോ ലീവായി കണ്ണഞ്ചേട്ടാ നാളെ ഒറ്റ ദിവസം കൊണ്ട് തീരുമോ 3 ദിവസം എടുക്കൂലേ ഫിനിഷിങ് ചെയ്ത് വരുമ്പം 2 ദിവസം കൊണ്ട് ആവും പക്ഷെ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വരുമ്പം ഓവർ കട്ടിങ്ങും ഷേവിങ്ങും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ അല്ലെങ്കിൽ പാടുവിടും ഇതിനെല്ലാം ഹോൾ ഇടണം പീസ് അല്ല ഞാൻ ആ സൈഡിലതൊക്കെ മാറ്റി ആ കമ്പിയൊക്കെ കെട്ട് തീർക്കണം ആണോ പറഞ്ഞോ കാരണം ചേട്ടാ ഇവിടെ ആ ഒരു പീസിന് ഒരു ACP സീറ്റ് വെച്ച് കൊടുത്താലോ ആ കമ്പി കാണാത്ത രീതിയിൽ 2 സൈഡിലും അങ്ങനെയുള്ള പരിപാടി ഗൈസ് എനിക്ക് കണ്ണഞ്ചേട്ടൻ്റെ അടുത്ത് വണ്ടിയുടെ താക്കോല് വാങ്ങണമെന്ന് ആഗ്രഹം അതെ ഏറ്റവും അവസാനം മണി ചെയ്യുന്ന കണ്ണഞ്ചേട്ടനല്ലേ ഇത് കണ്ടോ എടാ ലിവിനെ ഇത് കണ്ടോ ഇത്രയും വലിയ ടാങ്കൊക്കെ ഇതിൻ്റെ അടിയുണ്ട് നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഇതിൻ്റെ അടിയിൽ ഒരു ടാങ്ക് നിലനിർത്തണമെന്ന് പറയണേ അതിനാ വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളത്തിനൊന്നും വേണം ഓർക്കണേ പിന്നെ ആലമ്പയ്ക്ക് വണ്ടി ഇറങ്ങാൻ നേരത്ത് ചിലവ് വേണമെന്ന് പറഞ്ഞു ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കേസ് അതായത് നമ്മുടെ ബാത്റൂം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് കട്ട് ചെയ്യണം അതിന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഫാൻ വെക്കണം എക്സോസ്റ്റ് ഫാൻ അത് മേളിൽ കട്ട് ചെയ്താണ് ഞാൻ പറയാം മേളിൽ കഴിച്ചാൽ വെള്ളം ഇറങ്ങും ഈ സൈഡിൽ കട്ട് ചെയ്തിട്ട് മറ്റേ ഫാൻ വെക്കണം വൃത്തിയേടാവൂലേ അല്ലേ പരിപാടി പാളും ഫാൻ എന്തായാലും വെക്കണം മേളിൽ ഫാൻ വെച്ചാൽ ലീക്ക് അടിക്കും ഇവിടെ തന്നെ ചെയ്യണം നമുക്ക് ചോദിച്ചിട്ട് ചെയ്യാം പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എക്സൈഡ് അല്ലേ ഇരിക്കുന്നത് അത് നമ്മുടെ വലത്തെ അത് അല്ലേ കഴിച്ച് ഞങ്ങളുടെ എക്സൈഡ് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ വണ്ടിയുടെ ഓരോ ഗൈസ് വണ്ടിയുടെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്ക് ഏകദേശം ഞങ്ങൾ വീഡിയോയുടെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ACP വർക്കും കാര്യങ്ങളും നടക്കും പിന്നെ അതിന് ശേഷമുള്ള സംഭവങ്ങൾ അതേ സമയത്ത് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി തീരും പിന്നെ ഉള്ളത് ഫിറ്റിങ്സ് അതായത് ലൈറ്റ് ഫിറ്റിങ്സ് അങ്ങനെയുള്ള ഫിറ്റിങ്സും സംഭവങ്ങളും കാര്യങ്ങളും ഉള്ളൂ അങ്ങനെ വലിയ പരിപാടി പിന്നെയില്ല പിന്നെ അതിന് ശേഷം ഫിനിഷിങ്ങും പിന്നെ മെക്കാനിക്കൽ വർക്കും അതുപോലെ സംഭവങ്ങളാണ് അത് ആ സമയത്ത് തന്നെ നമുക്ക് ചേട്ടന്മാരെ വിളിക്കാം
എന്നിട്ട് ചെയ്യിക്കാം. അതായിരിക്കും നല്ലത്. അതായത് മെയിൻ പക്ഷെ പെയിന്റ് അടിക്കുന്ന പിന്നെ മെക്കാനിക്ക് അവരെ വിളിക്കണമെന്നല്ല പറഞ്ഞേ. പെയിന്റ് അടി ഒറ്റ ദിവസം കൊണ്ട് തീരും കേട്ടോ. പുട്ടിയൊക്കെ ഇട്ട് പ്രൈമറൊക്കെ അടിച്ചിട്ട് സാധനം ഇട്ടിട്ട് ഒറ്റയല്ലേ നമ്മൾ അടിക്കുന്നത്. നമ്മൾ പിന്നെ കളർ എന്ന് വെച്ചാൽ നമ്മുടെ വെറൈറ്റി കളറാണല്ലോ ഗൈസ് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. വൈകുന്നേരം ഇപ്പം നല്ല രീതിയിൽ മഴയായി. എന്തായാലും വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അത് നടന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു.